ഏതായാലും ഇതിനിടയിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ശശി തരൂരാണ്. കോൺഗ്രസിൽ തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് രംഗത്ത് വന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യനാണ്. തരൂര് കൂടുതൽ സമയം വിദേശത്താണെന്നും കേരളത്തിൽ സജീവമാകണമെങ്കിൽ കേരളത്തിൽ നേതാവാകണമെങ്കിൽ കേരളത്തിൽ നിൽക്കണമെന്നുമാണ് PJ കുര്യൻ പറഞ്ഞത്. ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല എന്നും PJ കുര്യൻ ശശി തരൂരിനെ പരിഹസിക്കുകയുണ്ടായി. അതുപോലെ ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്നാൽ ശശി തരൂരിനെ വന്നുടനെ പുള്ളി വിദേശത്ത് ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി UN സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു, പരാജയപ്പെട്ട് വന്ന ഉടൻ നമ്മളിവിടെ MP ആക്കി. നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി. അദ്ദേഹം രാജിവെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി. അതൊരു വലിയ ഫേവറാണ്, സാധാരണ MP മാർക്ക് കിട്ടുന്നതല്ല. അപ്പൊ ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അതേസമയം തരൂരിനെ പിന്തുണച്ചായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നത്. ദില്ലിയിൽ നിന്ന് നല്ല തീരുമാനമുണ്ടാകട്ടെ എന്നും ഈ തരൂരിനെ ഇങ്ങനെ കഷായം കുടിപ്പിക്കുന്നത് എന്തിനാണെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചത്. പുസ്തകം വായിക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്, എന്തിനാ അതിന് വേറെ രൂപത്തിൽ തെറ്റിദ്ധരിക? ഇന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ പ്രഭാഷണം നടത്തും, പുസ്തകം വായിക്കും, അതൊക്കെയല്ലേ പറയുന്നത്. അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കഷായം കുടിപ്പിക്കുന്ന പോലെ എന്തിനാക്കുന്നത്? സ്വാഭാവികമായിട്ട് ഈ യോഗത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഒരു ഏകീകൃത രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നല്ല തീരുമാനങ്ങളുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. സിബി, മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശശി തരൂരാണല്ലോ. അപ്പോൾ നേതൃമാറ്റത്തോടൊപ്പം തന്നെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരൂരിൻ്റെ നിലപാടാണ്. സർക്കാരിനെ അഭിനന്ദിച്ച ലേഖനമാണ്, അതിൽ തരൂർ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ തരൂരിൻ്റെ പരാതികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ PJ കുര്യൻ വിമർശിക്കുമ്പോൾ അതിനൊന്ന് മയപ്പെടുത്തുകയാണ് തിരുവഞ്ചൂർ. തരൂരിനെ പോലെ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് കഷായം കുടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്തുണ അങ്ങോട്ട് നൽകുകയാണ് തിരുവഞ്ചൂർ. എന്താണ് ഈ തരൂരിനെ ചൊല്ലി കൂടുതൽ ഭിന്നത വരുമ്പോൾ കൂടുതൽ നേതാക്കൾ തരൂരിൻ്റെ ഭാഗത്തേക്ക് വരികയാണോ? മനു, ഇതിൽ പ്രധാനമായും ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസിൽ സാധാരണക്കാരായ പ്രവർത്തകരുടെ എണ്ണം കുറവാണ്, ബൂത്തുകളിൽ പോലും ആളുകൾ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാൻ തനിക്കും ആഗ്രഹമുണ്ട്. ഒരു താക്കോൽ സ്ഥാനം തന്നെയായിരുന്നു ശശി തരൂർ ഉദ്ദേശിക്കുന്നത്. അതിനൊരു വലിയ ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ആ ശശി തരൂരിനെ ആഞ്ഞടിച്ചുകൊണ്ടാണ് PJ കുര്യൻ സംസാരിച്ചത്. അദ്ദേഹം പരിഹസിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അല്പം കടന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരമെന്നും പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് വലിയ നേതാവാകേണ്ടത്. ശശി തരൂർ തിരുവനന്തപുരത്ത് കൂടുതൽ അദ്ദേഹം വിദേശത്താണുള്ളത്. ആദ്യം കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് യോഗങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിക്കണം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല ഈ ഒരു നേതാവാകാനുള്ള യോഗ്യത. അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ അദ്ദേഹം വലിയ നേതാവാണ്. മാത്രമല്ല ഇങ്ങനെയെങ്കിൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ട സോമനാഥിനെ നേതാവാക്കാമല്ലോ എന്നുവരെ അദ്ദേഹം പറയുന്നു. എന്തായാലും തരൂരിൻ്റെ ഈ സംസ്ഥാനങ്ങളിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും അദ്ദേഹത്തെ വന്നയുടൻ MP മന്ത്രിയും ഒക്കെ ആക്കി വലിയ രീതിയിൽ പരിഗണന നൽകി എന്നുള്ളൊരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ തരൂരിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പം കൂടി മയപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുന്ന രീതിയും കണ്ടു. എന്തായാലും ഇതിൽ ഈ തരൂരിൻ്റെ ഒരു പരാമർശത്തിൽ വളരെ വലിയ ഒരു അതൃപ്തി നേതാക്കന്മാർക്കിടയിലുണ്ട് എന്നതിൽ യാതൊരു സംശയവും. മറുവശത്ത് തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് PJ കുര്യനും വന്നതാണ് ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.